ഇന്നത്തെ റെസിപ്പി ഓണം സ്പെഷ്യൽ അടപ്രഥമൻ. പായസങ്ങളിൽ തന്നെ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന അടപ്രഥമൻ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് അട വേവിച്ചെടുക്കാം. അതിനായി ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് നല്ലപോലെ തിളച്ച് വരുമ്പോഴേക്കും അടയിട്ട് കൊടുക്കാം. വെള്ളത്തിൽ 2 സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ 400 ഗ്രാം വരുന്ന അട ഒടിച്ച് കഴുകി മാറ്റി വെച്ചിരിക്കുന്നത് തിളച്ച വെള്ളത്തിലിട്ട് കൊടുത്ത് നല്ലപോലെ വേവിച്ചെടുക്കണം. ഒരടുപ്പിൽ അട നല്ലപോലെ വെന്ത് വരുന്ന സമയത്ത് വേറൊരു പാത്രത്തിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കാഷ്യൂം കിസ്മിസും കുറച്ച് വെള്ളം കൂടി വറുത്ത് കോരി മാറ്റി വെക്കാം. അതേസമയം തന്നെ വേറൊരടുപ്പിൽ നമ്മൾ ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്ന 100 ഗ്രാം വരുന്ന ചവ്വരിയും വേവിച്ചെടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ അട നല്ലപോലെ വെന്ത് വരുന്നുണ്ട്. അടയിലെ വെള്ളമെല്ലാം ഊറ്റിക്കളഞ്ഞ് പച്ചവെള്ളത്തിലും കൂടി ജസ്റ്റ് ഒന്ന് കഴുകി വെള്ളം ഫുള്ളൊന്ന് ഊറ്റിക്കളയുക. ഇനി നമുക്ക് പായസം വെക്കാനായിട്ടൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് വേവിച്ച് വെച്ചിരിക്കുന്ന അട കൂടി ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റുക. അതിലേക്ക് 1 കിലോളം വരുന്ന ശർക്കര പാനിയാക്കി ഒഴിക്കുക. 100 ഗ്രാം വരുന്ന ചവ്വരി വേവിച്ച് മാറ്റി വെച്ചതും കൂടി ചേർത്ത് നല്ലപോലെ വേവിച്ച് ഒന്ന് കുറുകി വരുന്ന സമയമാകുമ്പോഴേക്കും 3 പാൽ ഒഴിച്ചു കൊടുക്കുക. പായസത്തിനായിട്ട് നമ്മൾ 3 തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ 3 പാൽ ചേർത്ത് കൊടുക്കുക. ഈ സമയത്ത് ഇനി ഈ 3 പാലിൽ കിടന്ന് അട നല്ലപോലെ വെന്ത് വറ്റി കുറുകി വരണം. കുറുകി വരുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. കുറുകി വരുമ്പോഴേക്കും എടുത്ത് വെച്ചിരിക്കുന്ന 2 പാലും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഈ 2 പാലിൽ കിടന്ന് അട നല്ലപോലെ വെന്ത് വറ്റി കുറുകി വരണം. ഇപ്പോൾ നമ്മൾ പായസം വിറകടുപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറച്ചുകൂടി ടേസ്റ്റായിട്ട് വരാൻ വിറകടുപ്പിൽ വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഈ 2 പാൽ വെന്ത് വറ്റി കുറുകി വരുമ്പോഴേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന 1 പാൽ തലപ്പാൽ ചേർത്ത് കൊടുക്കുക. ഇനി 1 പാൽ കിടന്ന് നല്ലപോലെ വെന്ത് വറ്റി കുറുകി വരണം. അതുവരെ ഇളക്കിക്കൊണ്ടിരിക്കുക. നല്ലപോലെ വെന്ത് തിളച്ച് വരുന്ന സമയമാകുമ്പോഴേക്കും എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് ഏലക്കയും ചുക്കും കൂടി പൊടിച്ച് ചേർത്ത് കൊടുക്കാം. 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കാഷ്യൂവും കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യൽ അടപ്രഥമൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഓണത്തിന് എന്തായാലും അടപ്രഥമൻ ഉണ്ടാക്കി നോക്കണം. കൂട്ടത്തിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.